ഓൾ വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് പാർട്ട് ഓഫ് അവർ ട്രിപ്പ്. അപ്പോൾ ഈ കടലിപ്പോൾ കയറിയിരിക്കുന്നത് കണ്ടോ, നല്ലപോലെ ഹൈ ടൈഡ് ആയിട്ടുണ്ട്. അങ്ങനെതാ നമ്മൾ പിള്ളേരൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നൂഡിൽസിൻ്റെ കാര്യം വരെ ആയിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. നൂഡിൽസൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഏകദേശം നമ്മൾ എല്ലാം കൂടെയൊക്കെ അങ്ങ് വേവിച്ച് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടാണ് ഈ നൂഡിൽസ് വേവിക്കണം, അല്ലെങ്കിൽ തീരെ വെന്ത് പോവും. അങ്ങനെ ആ നൂഡിൽസൊക്കെ സെറ്റായിട്ട് പിള്ളേർക്ക് എല്ലാവർക്കും നൂഡിൽസും കൊടുത്ത് നമ്മളും നൂഡിൽസും കഴിച്ച് അങ്ങ് സെറ്റായിട്ടോ. എന്നിട്ട് വേണം എല്ലാവർക്കും കടലിൽ ഇറങ്ങും. അങ്ങനെ സന്തോഷം നിന്നപ്പോഴാണ് ഇവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങിയത്. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, ചെറുതായിട്ട് അവൻ്റെ മൂക്കിനകത്ത് ചെറിയൊരു കുരുവിലുണ്ടായിരുന്നു. അവൻ മൂക്കിൽ നിന്ന് അതങ്ങ് പൊട്ടിച്ചെടുത്തു. കുഴപ്പമില്ല, ഒരു നേഴ്സുണ്ടല്ലോ, എല്ലാം ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും കടലിലോട്ട് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി. എൻ്റെ അമ്മയൊക്കെ പണ്ട് കടൽ കണ്ടാൽ പേടിച്ചോടുന്ന ആളാണ്, ഇപ്പോൾ ഇവിടെ വന്നങ്ങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ബോളൊക്കെ കളിക്കണം കൂടുതലും ഈ ഒരു ലാൻഡിലല്ലേ, നമ്മളിതാ കടലിൽ ഹാൻഡ് ബോളൊക്കെ കളിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്യണ ഒരു പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഒരു കുരുപ്പ് ഡൈവിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡൈവ് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ നമ്മൾ കാണും കേട്ടോ. പിന്നെ ടീംസൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഹാൻഡ് ബോളൊക്കെ കളിക്കാൻ തുടങ്ങി. എനിക്ക് അധികം നേരം അങ്ങ് കളിക്കാൻ പറ്റില്ല, കാരണം ഈ ട്രിപ്പിന് പറഞ്ഞതിന് തലേ ദിവസം, കാരണം ഈദ് ഡേ ഞാൻ ചെറുതായിട്ടൊന്ന് ഹോസ്പിറ്റലിലായിരുന്നു. ചെറിയൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയുടെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ആയിരുന്നേ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ വെച്ചങ്ങ് കളിച്ചപ്പോൾ ഞാൻ അങ്ങ് തളർന്നു. പിന്നെ ഞാൻ ഇവിടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ അങ്ങ് ഇരുന്നു കേട്ടോ. ഇവർ കളിക്കുന്നതും കണ്ട് അങ്ങ് രസിച്ചിരുന്നു. പിന്നെ എല്ലാവരും കുറേ നേരം അവിടെ 1 hour കൂടുതൽ കടലിൽ അങ്ങ് കളിച്ചിട്ട് എല്ലാവരും തിരിച്ച് കയറിയിട്ടുണ്ട്. കാരണം നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം, പിള്ളേരെല്ലാവരും കൂടെ ഉള്ളതല്ലേ. അങ്ങനെ അപ്പയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് മീൻ പിടിക്കാനെന്ന് പറഞ്ഞങ്ങ് പോയി, നമ്മൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഈ കല്ലെറിഞ്ഞുള്ള പരിപാടിയായിരുന്നു ഇത്രയും നേരം. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ സാധനങ്ങളൊക്കെ കയറ്റി ഇത്രയും കടലിങ്ങനെ കയറിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഡിങ്കി ഇപ്രാവശ്യം ഇത്രയും അടുത്ത് കൊണ്ടുവന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ സാധനവും കയറ്റി പിള്ളേരെയും കയറ്റി ഞങ്ങളിതാ ടാറ്റയും പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങ് പോയി. നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. നമ്മൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ ലോഞ്ചൊക്കെ കണ്ട്. നമ്മൾ വന്ന സമയത്തുള്ള ഐലൻഡാണോ ഇതൊന്ന് നോക്കി, നല്ല ഹൈറ്റൈഡ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇറങ്ങാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. നേരത്തെ ചാടിക്കേറി അങ്ങ് മീനൊക്കെ വന്നില്ലേ, ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് വെച്ച് ലാൻഡിലോട്ട് ഇങ്ങ് തട്ടി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.